2 ഞണ്ടിനെ കിട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതായിട്ട് സൈഡിട്ട് നോക്കിയേ, കണ്ണും തള്ളി നിൽക്കേണ്ട അവസ്ഥയിലായിപ്പോയി. ഇവൻ്റെ റൈറ്റിലെ കാലില്ല, ഇവൻ്റെ ലെഫ്റ്റിലെ കാലില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തിന് രണ്ടും കൂടിയൊക്കെ സർജറിയൊക്കെ ചെയ്ത് കൊടുത്താൽ അല്ലേ, ഏതെങ്കിലും സർജറിയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വില ഒപ്പിക്കാം. എന്ത് ചെയ്യാനാ വെച്ചാൽ മറ്റേ നമുക്ക് കൊടുക്കാനായിട്ട് ഭാഗ്യമില്ല, തിന്നാനാണെങ്കിൽ നല്ല കൊടുക്കാത്ത ഭാഗ്യമാണ്. ഇവനെ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കാൻ പോണെയാണ്. അവൻ്റെ കാലും മറ്റേ കണ്ട, അവൻ്റെ കൈ അവൻ്റെ കൈയും മറ്റേ കണ്ട നമ്മുടെ കാല് പോലെ ഇരിക്കണ്. എന്തുമാതിരി സൈസാണെന്ന് നോക്കിയാൽ. ഇവന് ഒരെണ്ണം 1,400 ഈ ഒരു പരുവത്തിലുണ്ട്. അപ്പോൾ ഒരു കാലും കൂടി ഉണ്ടായിരുന്ന വെച്ചെങ്കിൽ എന്തായിരുന്നു അവൻ, ഒരു കാലും കൂടി ഉണ്ടായിരുന്ന വെച്ചെങ്കിൽ ഉണ്ടല്ല ഒന്നുമില്ല കൊടുത്ത് കാച്ചാക്കിയാൻ. ആദ്യമേ തന്നെ ഉണ്ടല്ല നമുക്ക് അരി വെക്കാം. അരി വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞണ്ടിനെ എന്ത് ചെയ്യാനായിട്ട്. നമ്മുടെ മാടൻ പണി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചില്ലല്ലേ. മാടൻ പണി തീർന്നിട്ടില്ല കേട്ടോ, തീർന്ന് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ പരിപാടികളുണ്ട്. AC ഒക്കെ പിടിപ്പിക്കാനുണ്ട് എനിക്ക്, രാത്രി കിടക്കണ്ടേ. നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, 1/2 മണിക്കൂർ മുന്നേ വെച്ചതാണ്. അതിനകത്തേക്ക് നെയ്യ്, ഉപ്പ്, പട്ട, കറയാമ്പൂ, ഏലക്ക ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണ. ആ സമയത്ത് നമുക്ക് ഞണ്ട് പൊളിച്ചെടുക്കണം. ഒടിച്ചുകളയല്ലോ, ഇത് ഒറ്റക്കാലനായതുകൊണ്ട് അവൻ ഒടിക്കാം. അതുകൊണ്ട് അവൻ മാക്സിമം ഫൈറ്റ് ചെയ്യും, പറയാൻ പറ്റില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കലടാ, ഞാനിത് വെച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നീ കാലും പിടിച്ചിട്ട് ലാസ്റ്റ് കാലും വിട്ട് ഇത് ഒറ്റക്കാലനായതുകൊണ്ട് അവൻ ശ്രമിക്കല. കാര്യം അതാണ്, ഇത് ഒറ്റക്കാലനായത് കൊണ്ടിട്ട് ഇവൻ ഈ കാല് മുറിച്ച് കളയാനായിട്ട് ഇവൻ ശ്രമിക്കലെന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. ഓടിക്കല ഇത് കണ്ട, ഇത് ഒറ്റക്കാലൻ ഞണ്ടല്ലേ. സാധാരണ ഞണ്ടുകൾക്ക് ഉള്ള സംഭവം അറിയാമല്ലോ, ഓട്ടോട്ടോമി എന്നും പറഞ്ഞൊരു പ്രതിഭാസവന്മാർക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിയൊക്കെ പാല് മുറിച്ച് കളയണത് പോലെ ഇവൻ പക്ഷേ ഒറ്റക്കാലനായത് കൊണ്ടിട്ട് ആ ഒരു കാര്യത്തിന് മുതിരയിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാല് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇവന് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ നീ എന്താ പറയണത്? അല്ല, ഓടിക്കണ സമയം കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതേ സമയത്ത് നീ വെള്ളത്തിൽ കൊണ്ട് വെച്ചാൽ ചിലപ്പോൾ പൊടിച്ചിട്ട് പോയി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇങ്ങനെ തൊണ്ടിനെ കൊടുക്കാത്ത വിലയുള്ള സാധനം അതുകൊണ്ടൊന്നും കളയാൻ പാടില്ല. ഗൈസ് കണ്ട കാലേ ഇങ്ങനെ തന്നെ ചെറുതായിട്ട് പൊട്ടിച്ചിടാം. അപ്പം നല്ല ലുക്കായിട്ട് എനിക്ക് കഴിക്കാം. നീ കഴിക്കും. നേരമായപ്പോഴേക്കും ഉണ്ടല്ലോ ഞണ്ട് കട്ട് ചെയ്ത് കഴിയാറായപ്പോഴേക്കും അരി വെന്തിട്ടുണ്ട്. അരി വെന്ത് നല്ല വെള്ളം പറ്റിയിട്ടുണ്ട്. കറക്റ്റ് സംഭവം. എന്ത് ചെയ്യണ്ടേ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് വരുള്ളൂ അല്ലേ തന്നെ. ഇത് ഉള്ളി വറുത്തിട്ടുള്ള എണ്ണയായിരുന്നു കേട്ടോ. കുമ്പാരി ഏതാ പറഞ്ഞാലേ നമ്മൾ ഇടുള്ളൂ സവാള. എടാ സാജ, ബാക്കി സവാള നീ എടുത്തോണ്ട് പോയാ? എന്നാ കുമ്പാരി ഇങ്ങോട്ട് തട്ടത്. ആ തട്ട്. കുമ്പാരി ഇല്ലാഞ്ഞിട്ട് ഇവിടെ ഒരു അനക്കം ഇല്ലാണ്ടിരിക്കണായിരുന്നു. ഇട്ടോ ഇന്നിവിടെ ബഹളമായിരിക്കും. അവിടെ സൂര്യൻ, സൂര്യൻ എന്ത് രസം സൂര്യനെ കാണാനായിട്ട്. പക്ഷെ ഇപ്പോഴെ കാണാൻ പറ്റില്ല സൂര്യനെ. എനിക്ക് തോന്നുന്നത് ഈ സമയമായതുകൊണ്ടാണ് സൂര്യൻ ഭയങ്കര ബിഗായിട്ട് കാണണം അല്ലേ. ഈ മാസങ്ങളിലായിരിക്കും. ഇന്ന് എന്ത് സൈസാണ്, ഇന്ന് നോക്കടാ, നോക്കടാ. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിരുന്നടാ, സത്യമാണ്. ഇന്ന് എന്ത് മാറിയെന്ന് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ സൂര്യനായിട്ടാണ് ചില ദിവസങ്ങളിൽ കാണുന്നത്. അത് കണ്ട് കഴിഞ്ഞ് സൂര്യനോട്ട് നോക്കിയേ, നീ നോക്കിയാ സൈസ് ഒന്ന് നോക്കിയേ. ഇതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഞാനിപ്പോൾ സംഭവം കാണിച്ചു തരാം. ഇതെന്താണ് ഇതിൻ്റെ പ്രതിഭാസം ഒന്നും എനിക്കറിയാൻ പാടില്ല. ക്യാമറ ഇങ്ങനെ കാണിക്കൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്യാമറയിൽ കൂടി കാണുമ്പോൾ എന്ത് കാണുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സൂര്യനെ കാണിച്ചു തരാം അല്ലേ താനെ. നോക്ക് എടാ ഇങ്ങടെ ഒന്ന് നോക്കിയടാ. അത് അത് തന്നെ ആയിരിക്കും. ഏതാ പറയണത്, ഭൂമിയുടെ ആംഗിളിൻ്റെ ഇതായിരുന്നാ പറയണത്. നിങ്ങൾ ഇതിപ്പോൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ
അത് ഭയങ്കര ഇതായിട്ട് തോന്നും. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ലെൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 70 വരെ സൂം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് ആ ഒരു സംഭവം. പക്ഷേ നല്ല സൈസായിട്ടാണ് അതിനെ കാണണത് അല്ലേ തന്നെ? അത് ഭൂമിയുടെ ആംഗിള് ചില മാസങ്ങളിൽ ചെയ്യും, അങ്ങനെ കൃത്യം. പിന്നെ ചില സമയത്ത് വേറെ ആംഗിളായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ചെയ്യണനുസരിച്ച് ഇതാകണം എന്നാണ് എനിക്കറിയാവുന്നത്. അങ്ങനെയാണ് തോന്നണതല്ലേ? എന്ന് വെച്ചാൽ ഈ ഉത്തരായനവും ദക്ഷിണായനവും മാറി വന്നിട്ട് ചിലപ്പോൾ കൃത്യം സെൻറ്ററിലേക്ക് എത്തുമ്പോൾ ആ ഡിസ്റ്റൻസ് കുറച്ച് അടുത്ത് വരും. എന്തായാലും സൂര്യൻ എന്തേ സംഗതി സീനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് തന്നെയാണ്. ലൈറ്റ് കട്ട് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കുക്കിങ്ങിലേക്ക്. അവിടെ കുമ്പാരി അല്ലെങ്കിൽ നശിപ്പിക്കും. വാടിയിട്ടില്ല. ഈ ചെമ്മീൻ കെട്ടിലെ കുക്കിങ് കുറേ നാളായിട്ട് ഇങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ കുമ്പാരി? ഇപ്പം നമ്മുടെ മാടവും സംഭവമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വൈബിലായിട്ട് വന്നത്. പക്ഷേ ഉണ്ടല്ല, ഈ ചെമ്മീൻ കെട്ടിൽ ഈ നമ്മുടെ ഈ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണ കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലേ, അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ ഞണ്ടിനെ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിലും വലിയ ഫീലാണ്. പക്ഷേ ഇത് നിങ്ങളോട് ഞാൻ മസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് പറയല്ല. കാര്യം ഈ സാമാനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ വിലയാണ്. ഇത് പിന്നെ ഇങ്ങനെ ചത്തതല്ല കേട്ടോ, ജീവനുള്ളത് കാലൊടിഞ്ഞതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കറി വെക്കണതല്ലേ. അല്ലാണ്ട് ഇതിന് വില കൊടുത്ത് വാങ്ങി കറി വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ കറി വയ്ക്കൊന്നുമില്ല. പിന്നെ അത് ശരിക്കും ഞണ്ട് കറി വെക്കണമെന്നുണ്ടെങ്കിൽ 9,000 രൂപയുടെ മുതലാണ് ശരിക്കും അത്. ഞണ്ട് മാത്രം 9,000 രൂപ. പിന്നെ എൻ്റെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10,000 രൂപയുടെ വാല്യൂ ഉണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇളക്കും മതി. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല ഇളക്കും വരെ ഞങ്ങൾ. ഇനി തക്കാളി ഇട്ട് തട്ടിയിട്ടുണ്ട്. വേണം ആർക്കെങ്കിലും. ഇനി തൈര്, കുറച്ച് തൈര്. ഇനി മല്ലിയിലയും പുതിനയിലയും വാരിയിട്ടുണ്ട് കേട്ടോ. ഏതാനല്ല കുമ്പാരി വാരി അങ്ങോട്ട് ഇളക്കിക്കോ. ഇനി ഞണ്ടങ്ങോട്ട് തട്ടാം. സാധാ കാല് എടുത്തിട്ടുണ്ടോ പോയാതി? കാല് കാണാനല്ലേ അല്ല ഞാനോട് ആ കാല് കാലും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി പിടിക്കും കുമ്പാരി അങ്ങോട്ട്. ഒരു കാലം നിക്കുള്ളതല്ലേ? അതല്ല, നിന്റെ ഒരു കാലം ഇവിടെ ഇടും ഞങ്ങള്. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇടണം കേട്ടോ, അത് മറന്നിരിക്കണായിരുന്നു. മതിയോ കുമ്പാരി? അല്ലെങ്കിൽ അത് പഴുത്ത് കിട്ടിയല്ല നമുക്ക്. പണ്ടൊരു ഞണ്ട് കരിച്ചു കളഞ്ഞാണ് ഇവൻ. വാവ്, കളറ് മാറിയത് കണ്ട കുമ്പാരി? കളറെങ്കിലും ഇടും കുമ്പാരി? ഞണ്ട് ശരിക്കും നേരിട്ട് കാണേക്കാൾ നല്ലതൊന്ന് വേവിച്ച് കണ്ടു കഴിയുമ്പോഴാണ് രസം കാണാനായിട്ട്. പ്ലേറ്റിൽ തരികയാണെങ്കിൽ അതിലും സൂപ്പർ. ഇനി ഈ 2 തോടും നമുക്കേ, നല്ല ചൂടായിരുന്നു. മിക്കവാറും എല്ലാം കൂടി മറിഞ്ഞു പോകുന്ന തോന്നാ. എന്നാൽ പിന്നെ ഒന്ന് ഓടിയാൽ മതി. വാ പിടിച്ചോ. കുമ്പാരി, ഇത് നമ്മൾ ദമ്മിടാൻ പോണേ കേട്ടോ. നമ്മുടെ ഇതങ്ങോട്ട് ഇളക്കിയാന്ന് വെച്ചാൽ നമുക്ക് ദമ്മങ്ങളിട്ട് വെക്കാം കുറച്ച് നേരം. എന്നിട്ട് കുമ്പാരി വീട്ടിൽ പോയിക്കോ. ഇത് എടുക്കാൻ നേരത്ത് വിളിച്ചേക്കാം. എന്താ കുമ്പാരി പറഞ്ഞ?
എന്താല്ലേ നട്ടപ്പാതിരായിട്ടില്ല, എന്നാലും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് വെച്ചാലേ. ഹാഫാണത്. ഇത് ഹാഫേ ആയിട്ടുള്ളൂ. പാത്രം നിറഞ്ഞു പോലെ. അതാണ് ഞാനും ആലോചിക്കണത്. ഇനി ഇതിവിടെ അടച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ശത്രുക്കളൊന്നും കാത്തോടെ ആരും ഭക്ഷണം കഴിക്കാൻ തോന്നിക്കരുതേ. സ്പേസ് ഇല്ലല്ലോ അവിടെ. കുമ്പാരിയാണ് കേട്ടോ ഇന്ന് ബിരിയാണി മറിക്കുന്ന ആൾ, കുത്തി മറിക്കുന്ന ആൾ. അടുത്ത അധികം പോകണ്ട കേട്ടോ. കുറച്ച് റൈസൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ സെറ്റായി. ഇനി നമ്മൾ ഇതിനകത്തായിട്ട് ഇടണം. ഇത് എനിക്കുള്ളതാണ് കേട്ടോ. എനിക്ക് അപ്പോൾ നിനക്കിനി ഇതില്ല, നിനക്ക് റൈസ് മാത്രമേ ഉള്ളൂ ചേട്ടാ. നല്ലൊരു പീസ് എടുത്ത് സൈഡിലും അതെന്ത് പണിയാണ് അത് മെയിനായിട്ട്. ബിരിയാണി ഞണ്ട് ബിരിയാണി എടുത്തിട്ട് വേണം കഴിക്കാൻ. രണ്ട് കാല് ഇപ്പം ഇത്രയും നേരം ഒറ്റക്കാലിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അവൻ പൂർണ്ണതയിലേക്ക് രണ്ട് കാലം വന്നത്. അതിന് സീൻ സാധനം. ബിരിയാണി പൊട്ടിക്കും വരി. വാവ്, സൂപ്പർ. ഇത് കാണാൻ ഭയങ്കര ചൂടാണ്. നല്ല ചൂടാ സംഭവം ഉണ്ടല്ലോ. പാത്രത്തിൽ വേണ്ട ഇതിപ്പോൾ ഞാനിപ്പോൾ തിന്നെ ഇവിടെ വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഇവിടെ നിന്ന് തീർന്നു കുറച്ച്. അത് ടേസ്റ്റ് ഉണ്ടോടാ? 9,000 രൂപയുടെ ഞണ്ട. ഇത്രയും വില കൂടിയ ബിരിയാണി അടുത്ത കാലത്തൊന്നും ആരും കഴിച്ചു കാണിയല്ല. ഇത് കഴിച്ചു നോക്കിയിട്ടും ബാക്കി പറയാം. കിട്ടില്ല, നീ ഒന്ന് കഴിച്ചു നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇത് ഇവിടെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇതെന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് കിടന്നിട്ട് നല്ല പിടിപിടിക്കാനുണ്ട് ഞങ്ങൾക്ക്. വീഡിയോ എടുത്ത് സമയം കളയാനില്ല. വട്ടം പിടിച്ചേ സൂപ്പർ ടേസ്റ്റ്. കുമ്പാരി ഇതാ അതിൻ്റെ അടിയിൽ നിന്ന് റൈസ് എടുത്ത് തിന്നേ. അതിൻ്റെ അടിയിൽ നിന്ന് ഞൻ്റെ അടിയിൽ നിന്നാണ് എടുത്തിട്ട് റൈസ് എടുത്ത് തിന്നേന്ന്. ക്യാമറ പിടിച്ചു കുമ്പരിന്ന് പോകണ്ട. കുമ്പരി ഇവിടെ കിടക്കും, മാളി കിടക്കുന്നു. രാവിലെ ഇവിടെ ഇപ്പോൾ മാടത്തിൽ കിടന്നിട്ട് രാവിലെ നമുക്ക് മീൻ പിടിച്ചിട്ട് പോവാം. രാവിലെ എന്താ വെളുപ്പിന് പോകും.